ശാസ്ത്രം അതിവേഗം വളരുകയാണ്. അതിന്റെ ഭാഗമായി നമ്മളും അപ്ഗ്രേഡ് ആവുകയും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചെറിയ സംശയങ്ങൾ മുതൽ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ വരെ ചാറ്റ് ജിപിടിയോട് ചോദിച്ച് കുട്ടികൾ വരെ അറിവ് നേടുന്ന കാലഘട്ടമാണിത്. എന്നാൽ എന്തിനും ഏതിനും ചാറ്റ് ജിപിടിയെ ആശ്രയിക്കുമ്പോൾ അതിന് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്, അല്ലെങ്കിൽ ഔചിത്യബോധമാണ്. അത്തരത്തിൽ വിവേകമില്ലായ്മ തകർത്തത് ഒരു ജീവനാണ് എന്ന് വരുമ്പോഴാണ് ഏറെ സങ്കടം തോന്നുന്നത്. തനിക്ക് ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കാൻ 37-കാരൻ ചാറ്റ് ജിപിടിയുടെ സഹായം തേടുന്നു. എന്നാൽ അല്ലെന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറുപടിയിൽ സാധാരണ ജീവിതം തുടരുന്നു. അവശനിലയിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ സ്ഥിരീകരിക്കുന്നത് സ്റ്റേജ് 4 ക്യാൻസർ ആണ്. അയർലൻഡിലാണ് സംഭവം. 2 മക്കളുടെ പിതാവായ 37-കാരൻ ഈ വർഷം ആദ്യമാണ് ചാറ്റ് ജിപിടിയോട് തനിക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണോ എന്ന് അന്വേഷിക്കുന്നത്. ഭക്ഷണം ഇറക്കാനാവാത്തതും തൊണ്ട വേദനയ്ക്കും കാരണം തേടിയായിരുന്നു യുവാവ് ചാറ്റ് ജിപിടിയെ സമീപിക്കുന്നത്. എന്നാൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയില്ല എന്നാണ് ചാറ്റ് ജിപിടി നൽകിയ നിരീക്ഷണം. തുടർന്ന് അവശനിലയിലായ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സ്ഥിരീകരിച്ചത് അന്നനാളത്തിലെ ഗ്രന്ഥികളെ ബാധിക്കുന്ന അഡിനോകാർസിനോമ എന്ന ക്യാൻസർ. അതിജീവിക്കാനുള്ള സാധ്യത ഏറെ കുറവുള്ള രീതിയിലാണ് നിലവിൽ യുവാവ് ഉള്ളത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കെറി കൗണ്ടിയിലെ കിൽഡർണിയിലുള്ള 37-കാരൻ വാറൻ ടിയർണി എന്നയാളാണ് ചാറ്റ് ജിപിടിയുടെ സഹായം ആരോഗ്യ വിലയിരുത്തലിനായി തേടി കുഴപ്പത്തിലായിരിക്കുന്നത്. ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല എന്ന ധാരണയിലായിരുന്നു 37-കാരൻ AI-യുടെ സഹായം തേടിയത്. ഇടയ്ക്ക് ആരോഗ്യം മോശമായപ്പോഴും ചാറ്റ് ജിപിടിയുടെ യുവാവ് സഹായം തേടി. അന്നും യുവാവിനെ ചാറ്റ് ജിപിടി നന്നായി ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തീരെ വയ്യാതെ വന്നപ്പോഴാണ് യുവാവിനെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴാണ് ഈ യുവാവിന് ബാധിച്ച ക്യാൻസർ ഗുരുതരാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയുന്നത്. നിലവിൽ പാലിയേറ്റീവ് കെയറിൽ കഴിയുകയാണ് ഇദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനാകുമോ എന്ന അന്വേഷണത്തിലാണ് വീട്ടുകാരിപ്പോൾ. സമാനമായ മറ്റൊരു സംഭവത്തിൽ ഭക്ഷണക്രമത്തിലായി ചാറ്റ് ജിപിടിയുടെ സഹായം തേടിയ 60-കാരന്റെ മാനസിക നില തകരാറിലായിരുന്നു. അയൽവാസി വിഷം നൽകിയെന്ന് ആരോപിച്ച 60-കാരൻ വാഷിംഗ്ടണിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുകയാണ് ചെയ്തത്. ഉപ്പിന് പകരമായി സോഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചതാണ് 60-കാരന്റെ മാനസിക നില തകരാറിലാക്കിയത്. ഡോക്ടറുടെയോ ന്യൂട്രീഷൻ വിദഗ്ധരുടെയോ സഹായം ഇല്ലാതെയായിരുന്നു വയോധികൻ ചാറ്റ് ജിപിടിക്കൊപ്പം ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയത്. ചാറ്റ് ജിപിടിയുടെ സഹായത്തോടെ സ്വന്തമായി വെള്ളം ശുദ്ധീകരിച്ച് വയോധികൻ ഉപയോഗിച്ചിരുന്നത്. ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സോഡിയം ക്ലോറൈഡിന് പകരം നാളുകളായി സോഡിയം ബ്രോമൈഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് ആശുപത്രി അധികൃതർക്ക് ഇത് മനസ്സിലാക്കാനായത്. 3 മാസത്തോളം ഈ രീതിയിലായിരുന്നു 60-കാരന്റെ ഭക്ഷണ രീതി. എന്തുമാവാം യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ. കൃത്യമായ ഉത്തരം വ്യക്തമായി ലഭിക്കാൻ മാർഗമുണ്ടെന്നിരിക്കെ എളുപ്പമാർഗം തേടുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനും ജീവിതവും തന്നെയാകും.